സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഏറ്റവും മികച്ച വർഷമാണ് 2024. ഒരു IPL സീസണിൽ സഞ്ജു ആദ്യമായി 500 റൺസ് നേടിയതും ഇന്ത്യയുടെ T20 ടീമിൽ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചതും 2024-ലാണ്. T20യിൽ ഈ വർഷം ഇന്ത്യക്കായി കളിച്ച അവസാന 5 മത്സരങ്ങളിൽ 3 സെഞ്ചുറികളാണ് സഞ്ജു നേടിയത്. ഇതോടെയാണ് ദേശീയ T20 ടീമിൽ സ്ഥാനം ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് സഞ്ജു മാറിയിരിക്കുന്നത്. കരിയറിൽ സ്വപ്ന ഫോമിൽ നിൽക്കുമ്പോഴാണ് സഞ്ജു ഇത്തവണത്തെ സയ്യിദ് മുഷ്താഖ് അലി T20 ടൂർണമെന്റിൽ കളിക്കാനെത്തുന്നത്. ആദ്യ കളിയിൽ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീട് കളിച്ച 2 മത്സരങ്ങളിലും സഞ്ജു ആരാധകരെ നിരാശപ്പെടുത്തി. ടൂർണമെന്റിലെ ഒരു മത്സരം സഞ്ജു നഷ്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. നാഗാലാൻഡിനെതിരെ നടന്ന 3-ാം മത്സരമാണ് സഞ്ജു നഷ്ടപ്പെടുത്തിയത്. ഇതിന് പിന്നിലെ കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വിശ്രമം അനുവദിച്ചതിനാലാണെന്നാണ് സൂചനകൾ. മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ ചില കളികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നിരുന്നു. ദുർബലരായ ടീമുകൾക്ക് എതിരായ കളികളിലാണ് സഞ്ജു മാറി നിന്നതും ബാറ്റിംഗ് ഓർഡറിൽ സ്വയം താഴേക്ക് ഇറങ്ങിയതുപോലുള്ള നീക്കങ്ങൾ നടത്തിയതും. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളം കളിക്കുന്ന ഗ്രൂപ്പ് Pയിലെ ദുർബല ടീം നാഗാലാൻഡാണ്. യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ സഞ്ജു മനഃപൂർവ്വം ഈ കളിയിൽ നിന്ന് വിട്ടുനിന്നതാകാനാണ് സാധ്യത എന്നാണ് സൂചനകൾ. അത്ര മികച്ച ബോളിംഗ് നിരയല്ല നാഗാലാൻഡിൻ്റേത്. അതുകൊണ്ട് തന്നെ കാര്യമായ വെല്ലുവിളികൾ ഇല്ലാതെ ഒരു കിടിലൻ സ്കോർ നേടാനുള്ള അവസരമാണ് നാഗാലാൻഡിനെതിരെ സഞ്ജു നഷ്ടപ്പെടുത്തിയത്. സഞ്ജു ഈ കളിയിൽ നിന്ന് വിട്ടുനിന്നത് ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്തു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇനി 2 മത്സരങ്ങളാണ് കേരളത്തിന് ശേഷിക്കുന്നത്. ആന്ധ്ര, ഗോവ ടീമുകൾക്കെതിരെയാണിത്. ഈ കളികളിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്നാണ് സഞ്ജുവിനോട് ആരാധകർ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ സ്വയം മാറി നിൽക്കുന്നത് സഞ്ജുവിന്റെ കരിയറിന് അത്ര നല്ലതല്ലെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. T20 ടീമിൽ സ്ഥാനം ആഗ്രഹിക്കുന്ന മറ്റ് ഇന്ത്യൻ താരങ്ങൾ പരമാവധി മത്സരങ്ങൾ കളിച്ച് അതിൽ പരമാവധി റൺസ് സ്കോർ ചെയ്ത് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ശ്രമിക്കുന്നത്. ദുർബലരായ ടീമുകൾക്കെതിരായ കളികളിൽ മികവ് കാട്ടാൻ സാധ്യത കൂടുതലാണെന്നതിനാൽ ഈ മത്സരങ്ങൾ ആരും പൊതുവെ മിസ്സാക്കാറില്ല. എന്നാൽ സഞ്ജു ടീമിന് വേണ്ടി നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. നിലവിൽ അന്താരാഷ്ട്ര കരിയറിലെ നിർണായക ഘട്ടത്തിലൂടെയാണ് സഞ്ജു കടന്നു പോകുന്നത്. ഈ വർഷം T20യിൽ നിന്ന് 3 സെഞ്ചുറികൾ നേടി സഞ്ജു ഞെട്ടിച്ച സ്ഥിതിക്ക് T20 ടീമിൽ സ്ഥാനമുറപ്പിക്കുന്നതിന് അരികിൽ തന്നെയാണുള്ളത്. ആഭ്യന്തര ക്രിക്കറ്റിൽ ഏതാനും മികച്ച ഇന്നിംഗ്സുകൾ തുടർച്ചയായി സംഭവിക്കുക കൂടി ചെയ്താൽ ദേശീയ T20 ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധിക്കാത്ത താരമായി സഞ്ജു മാറുകയും ചെയ്യും. അതിന് സയ്യിദ് മുഷ്താഖ് അലി T20 ടൂർണമെന്റ് പരമാവധി പ്രയോജനപ്പെടുത്താൻ സഞ്ജു ശ്രമിക്കണമെന്നും ഇനി ഒരിക്കലും മത്സരങ്ങളിൽ നിന്ന് സ്വയം മാറി നിൽക്കരുതെന്നും പരിക്കോ മറ്റ് ഫിറ്റ്നസ് പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ പരമാവധി എല്ലാ കളികളിലും ഇറങ്ങണം എന്നുമാണ് ആരാധകർ പറയുന്നത്.